സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് ഒന്നും സംഭവിക്കരുത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മണിപ്പൂരിൽ തോക്കെടുക്കാം. CRPFന്റെ അതിവേഗ എലൈറ്റ് കമാൻഡോ വിഭാഗമായ കോബ്ര കമാൻഡോകൾ മണിപ്പൂരിൽ എത്തുന്നു. മണിപ്പൂർ ശാന്തമാക്കാൻ കേന്ദ്രത്തിന്റെ അടുത്ത നീക്കം. 2000-ഓളം വരുന്ന കോബ്ര കമാൻഡോകൾ ഇനി മണിപ്പൂരിൽ കണ്ണു ചിമ്മാതെ സാധാരണക്കാരന് സുരക്ഷ ഒരുക്കും. മണിപ്പൂർ പോലീസിന്റെയും ഇന്ത്യൻ ആർമിയുടെയും കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനും സാധാരണക്കാരുടെ ജീവന് യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഓപ്പറേഷനുകൾ പൂർത്തിയാക്കാനുമാണ് കമാൻഡോകൾക്ക് കർശന നിർദ്ദേശം. വംശീയ സംഘർഷങ്ങളും സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളും മൂലം കലുഷിതമായ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി CRPFന്റെ അതിവേഗ എലൈറ്റ് കമാൻഡോ വിഭാഗമായ കോബ്ര കമാൻഡോകളെ നിയോഗിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കായി വനമേഖലകളിൽ പ്രത്യേകമായി രൂപീകരിച്ച ഈ എലൈറ്റ് യൂണിറ്റുകളെ മണിപ്പൂരിൽ വിന്യസിക്കുന്നതിന് തൊട്ടുമുൻപായി അസമിലെ സിൽച്ചാറിൽ വെച്ച് അതീവ സങ്കീർണമായ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങൾ പൂർണ്ണമായും ഭീകരമുക്തമായി എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് പേരുകേട്ട പശ്ചിമബംഗാൾ ആസ്ഥാനമായുള്ള 207-ാം ബറ്റാലിയൻ, അസം ആസ്ഥാനമായുള്ള 210-ാം ബറ്റാലിയൻ എന്ന 2 കോബ്ര യൂണിറ്റുകളിലെ 2000-ഓളം കമാൻഡോകൾ മണിപ്പൂരിലേക്ക് എത്തുന്നത്. മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിൽ അസം റൈഫിൾസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നാലെ സൈനിക നീക്കങ്ങൾക്കുള്ള നിലവിലുള്ള നിയമാവലി പരിഷ്കരിക്കാനും സുരക്ഷ ശക്തമാക്കാനും CRPF തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ തീവ്രവാദ മേഖലകളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ മണിപ്പൂരിലെ ഭൂപ്രകൃതിയും വംശീയ സംഘർഷങ്ങളുടെ സങ്കീർണതയും നേരിടാൻ കമാൻഡോകളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു അസമിലെ 1 മാസം നീണ്ട കഠിന പരിശീലനത്തിന്റെ ലക്ഷ്യം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ, സിവിൽ കലാപങ്ങൾ കൈകാര്യം ചെയ്യൽ, വിവിധ വംശീയ വിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമ്മിശ്ര ജനസംഖ്യാ കേന്ദ്രങ്ങളിലെ സുരക്ഷാ നീക്കങ്ങൾ, സൈനിക വ്യൂഹങ്ങളുടെ സംരക്ഷണം എന്നിവയിലാണ് കമാൻഡോകൾക്ക് വിദഗ്ധ പരിശീലനം നൽകിയത്. സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള പതിയിരുന്നുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി വളഞ്ഞു പുളഞ്ഞു പോകുന്ന മലയോര പാതകളിലും വനമേഖലകളിലും പ്രത്യേകം പരിശോധനകൾ നടത്താനും 100-ലധികം അത്യാധുനിക ബുള്ളറ്റ് പ്രൂഫ് കവചിത വാഹനങ്ങൾ പട്രോളിംഗിനായി വിന്യസിക്കാനും CRPF നടപടികൾ സ്വീകരിച്ചു. മണിപ്പൂരിലെ കാങ്പോക്സി ജില്ലയിലെ ലൈമാഖോങ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കോബ്ര കമാൻഡോകൾ നടത്തിയ അതിശക്തമായ തിരച്ചിലിൽ സായുധ സംഘങ്ങളുടെ 30-ഓളം ബങ്കറുകളും താവളങ്ങളും തകർക്കാനും വൻതോതിൽ മാരകായുധങ്ങൾ കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട്. തോക്കുകളും വെടിക്കോപ്പുകളും ബോംബുകളും നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ തകർത്ത കമാൻഡോകൾ കലാപകാരികൾ വീണ്ടും സംഘടിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞു. വൻതോതിലുള്ള അട്ടിമറികൾ ഒഴിവാക്കാൻ ആസൂത്രിതമല്ലാത്തതും മുൻകൂട്ടി അനുമതിയില്ലാത്തതുമായ യാതൊരുവിധ സൈനിക ചലനങ്ങളും പാടില്ല എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പ്. എന്തായാലും മണിപ്പൂർ സംരക്ഷിക്കുക എന്നത് കേന്ദ്രത്തിന്റെ അജണ്ടയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കർശനമായ സുരക്ഷയോടുകൂടി, കർശനമായ നിർദ്ദേശങ്ങളോടുകൂടി കോബ്ര കമാൻഡോകൾ മണിപ്പൂരിൽ എത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.